ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വരുന്ന +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എക്കണോമിക്സ് എഴുതുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് കഴിഞ്ഞ 2 കൊല്ലത്തെ സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിനകത്ത് വന്നിട്ടുള്ള വൺ വേർഡ്സും ആൻസേഴ്സുമാണ് പറയാനായിട്ട് പോകുന്നത്. ആദ്യം ഇംഗ്ലീഷിലും പിന്നെ മലയാളം മീഡിയത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം 2025 ചോദ്യപേപ്പറാണ്. ഇവിടെ ആദ്യത്തെ വൺ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷേപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവാണ്. ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവാണ്. അതായത് ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ദറ്റ് ഈസ് ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പായിട്ട് വരുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. MRS എന്ന് നമുക്ക് വേണമെങ്കിൽ ഷോർട്ടായിട്ട് അതിനെ പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം, ഇൻക്രീസ് ഇൻ ഇൻകം ലീഡ്സ് ടു ഇൻക്രീസിങ് ഡിമാൻഡ് ഫോർ ദ കമ്മോഡിറ്റി. ദെൻ ദ കമ്മോഡിറ്റീസ് എന്താണ്? അതായത് ഇൻകത്തിലുള്ള വർധനവ് എന്തിലോട്ട് നയിക്കും? ഡിമാൻഡിലോട്ടുള്ള വർധനവ്. അതായത് ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡും കൂടും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് കമ്മോഡിറ്റീനെ എന്താണ് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നതും ഓപ്ഷൻ ഡി ആണ്, നോർമൽ ഗുഡ്സ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നോർമൽ ഗുഡിൻ്റെ പ്രത്യേകതയാണ് ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നോർമൽ ഗുഡാണ് ആൻസറായിട്ട് വരുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി മാർജിനൽ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ആക്ച്വലി നമ്മൾ MP അല്ലെങ്കിൽ മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻസിന് തന്നെ മലയാളം കൂടി വായിച്ചു പോവാം. നിസ്സംഗതാ വക്രത്തിൻ്റെ ചരിവ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നിസ്സംഗതാ വക്രത്തിൻ്റെ ചരിവാണ് എന്തെന്ന് പറയുന്നത് സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സീമാന്ത പ്രതിസ്ഥാപന നിരക്കാണ് നിസ്സംഗതാ വക്രത്തിൻ്റെ ചരിവ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, വരുമാനം വർദ്ധിച്ചപ്പോൾ വസ്തുവിൻ്റെ ചോദനം വർദ്ധിച്ചു. ഓക്കെ, അതായത് വരുമാനം കൂടിയപ്പോൾ ചോദനം കൂടി. അങ്ങനെയെങ്കിൽ അത് എന്ത് വസ്തുവാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സാധാരണ വസ്തു. സാധാരണ വസ്തുവിൻ്റെ പ്രത്യേകതയാണ് വരുമാനം കൂടിയപ്പോൾ എന്ത് ചെയ്തു? ചോദനം വർദ്ധിച്ചു എന്നുള്ളത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം, ഉൽപ്പന്നത്തിലെ മാറ്റം ഡിവൈഡഡ് ബൈ നിവേശത്തിലെ മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ആണ്, സീമാന്ത ഉൽപ്പന്നം. ഓക്കെ, സീമാന്ത ഉൽപ്പന്നമാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യത്തിലോട്ട് പോവാട്ടോ. ഷേപ്പ് ഓഫ് ആവറേജ് റവന്യൂ കർവ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനകത്ത് വരുന്ന ആവറേജ് റവന്യൂ കർവിൻ്റെ ഷേപ്പാണ് ഇവിടെ ചോദിക്കുന്നത്. നാലാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ഓക്കെ, അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനകത്തുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ മാത്രം പ്രത്യേകതയാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനകത്തുള്ള ആവറേജ് റവന്യൂ കർവിൻ്റെ ഷേപ്പ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം, ഇഫ് അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ് മാർക്കറ്റ് സപ്ലൈ ഈസ് ഗ്രേറ്റർ ദാൻ മാർക്കറ്റ് ഡിമാൻഡ്. അതായത് നോക്കൂ, മാർക്കറ്റ് സപ്ലൈ മാർക്കറ്റ് ഡിമാൻഡിനേക്കാളും കൂടി നിൽക്കുന്ന സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ഓപ്ഷൻ എക്സസ് സപ്ലൈ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. എക്സസ് സപ്ലൈ എന്നാണ് നമ്മൾ പറയുക, അല്ലേ? അതായത് മാർക്കറ്റ് സപ്ലൈ ആണ് മാർക്കറ്റ് ഡിമാൻഡിനേക്കാളും കൂടി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതെന്ത് പറയാം? എക്സസ് സപ്ലൈ എന്ന് പറയാം. ഇനി നേരെ തിരിച്ച് ഡിമാൻഡാണ് കൂടി നിൽക്കുന്നതെന്നുണ്ടെങ്കിലോ എക്സസ് ഡിമാൻഡ് ആവുമായിരുന്നു ആൻസർ. ഓക്കെ, അപ്പോൾ എവിടെ ആൻസർ? എക്സസ് സപ്ലൈ ആണ്. ഇനി ആറാമത്തെ ചോദ്യം പലതവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഇത് ആരെഴുതിയ ബുക്കാണ്? ഓക്കെ, ഓദർ ആരാണെന്ന് ചോദിക്കുന്നത്. ആരാണ്? ഓപ്ഷൻ ഡി, JM കെയ്ൻസ് ആണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതിയത്. ഓർത്ത് വെച്ചിരിക്കണം പഠിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ ഏഴാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് എ സ്റ്റോക്ക് വേരിയബിൾ. ഓക്കെ, ഇതിലേതാണ് സ്റ്റോക്ക് വേരിയബിൾ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ക്യാപിറ്റലാണ് സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റോക്സും ഫ്ലോസും മാക്രോ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ള 2 കോൺസെപ്റ്റ്സ് ആണ്, അല്ലേ? സ്റ്റോക്സ് എന്താ, ഫ്ലോസ് എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ ഒരു ലെവലിലൊക്കെ വൺ വേർഡിൽ നിന്ന് ചോദിക്കാറുണ്ട് ആ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട്. നമ്മളത് പഠിക്കുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ഉൾപ്പെടെ പഠിച്ചു വെക്കണം. ഇതാ ഇവിടെ കണ്ടില്ല, അങ്ങനെ എക്സാമ്പിൾസ് തന്നിട്ടായിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക, പിക്ക് ഔട്ട് ചെയ്യാനും അങ്ങനെ ഒക്കെ ആയിട്ട്. സോ അതുകൊണ്ട് തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസ് സഹിതം ആ ടോപ്പിക്സ് പഠിച്ചു വെച്ചേക്കുക. ദെൻ മലയാളം മീഡിയത്തിൽ നോക്കാം. പൂർണ്ണകിട മത്സര കമ്പോളത്തിൽ ശരാശരി വരുമാന വക്രത്തിൻ്റെ ആകൃതി എന്താണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഈസ് തിരശ്ചീനമായ നേർരേഖയാണ്. ഓക്കെ, ദാറ്റ് ഈസ് പൂർണ്ണകിട മത്സര കമ്പോളത്തിനകത്തെ ശരാശരി വരുമാന വക്രത്തിൻ്റെ ആകൃതിയാണ്
തിരശ്ചീനമായ നേർരേഖ. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഒരു പ്രത്യേക വിലയിൽ കമ്പോള പ്രധാനം ചോദനത്തെക്കാൾ കൂടുതലാണെങ്കിൽ അതാണെന്ത്? ദാറ്റ് ഈസ് കമ്പോള പ്രധാനം കമ്പോള ചോദനത്തെക്കാളും കൂടി നിൽക്കുന്ന അവസ്ഥേനെ നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയും? ഓപ്ഷൻ എ ആണ് ഉത്തരം, അമിത പ്രധാനം. അല്ലേ, പ്രധാനമാണ് കൂടി നിൽക്കുന്നത്. സോ ദാറ്റ് ഈസ് അമിത പ്രധാനം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യമാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. JM കെയ്ൻസ് ആണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യം നോക്കൂ, താഴെ പറയുന്നവയിൽ ഏതാണ് ശേഖരചരം? ഓക്കെ, അപ്പോൾ ശേഖരവും പ്രവാഹവും നിങ്ങൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് മാക്രോയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് പഠിക്കുമ്പോൾ എക്സാമ്പിൾസ് സഹിതം പഠിച്ചു വെക്കുക. അത് ഇതുപോലെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ശേഖരചരം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ്, മൂലധനമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇനി എട്ടാമത്തെ ചോദ്യം, അൺഎക്സ്പെക്റ്റഡ് റൈസ് ഇൻ സെയിൽസ് ലീഡ്സ് ടു. ഓക്കെ, അതായത് സെയിൽസിൽ പെട്ടെന്നൊരു വർധനവ് വരികയാണെങ്കിൽ അതെന്തിലോട്ട് നയിക്കുമെന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ദാറ്റ് ഈസ് അൺപ്ലാൻഡ് ഡീക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രി. ഓക്കെ, സോ അത് ഇൻവെൻട്രി റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, തിയറട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ. സോ അത് വായിച്ചിട്ടുള്ളവർക്ക് ഇത് കിട്ടും. ഓക്കെ, അധികം അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കണമെന്നില്ല, കാരണം നമ്മൾ ഇൻവെൻട്രി എന്താണെന്ന് മാത്രം പഠിച്ച് ചിലപ്പോൾ വിടും. പക്ഷേ അതിനകത്തോട്ട് വരുന്നൊരു കോൺസെപ്റ്റാണ് ഈ ഒരു അൺപ്ലാൻഡ് ഡീക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രി ഒക്കെ. അപ്പോൾ നിങ്ങൾ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വായിച്ച് വെച്ചിരിക്കാൻ നോക്കുക കേട്ടോ. ഇനി അടുത്ത് ഒമ്പതാമത്തെ ചോദ്യം, MPC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ദറ്റ് ഈസ് ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്ന് നമുക്ക് പറയാം. ഓക്കെ, MPC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ ആണ് വരുന്നത്. ഓക്കെ, MPC മാത്രമല്ല MPSും അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഏത് വേണോ ചോദിക്കാം. ഇനി പത്താമത്തെ ചോദ്യം, ഇഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ഗവൺമെൻറ് റവന്യൂ ദ ബജറ്റ് ഈസ് നോൺ ആസ്. അതായത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് ഉണ്ടാകുന്ന ചിലവുണ്ടല്ലോ, അത് ഗവൺമെൻറ്റിൻ്റെ വരുമാനം റവന്യൂവിനേക്കാളും കൂടി നിൽക്കുകയാണെങ്കിൽ അതെന്താണ്? എളുപ്പമുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഡെഫിസിറ്റ് ബഡ്ജറ്റാണ് അല്ലേ. സോ ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ചിലവ് കൂടുകയും വരുമാനം കുറഞ്ഞ് നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ഡെഫിസിറ്റ് ബജറ്റാണ്. അല്ല, വരുമാനം കൂടുതലും ചിലവ് കുറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ സർപ്ലസ് ആവും. രണ്ടും ഒരുപോലെ ആണെങ്കിൽ ബാലൻസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ അത് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ. സോ അത് റിലേറ്റഡ് ആയിട്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ ഇനി അതിൻ്റെ മലയാളം മീഡിയം കൂടി നോക്കാം. അപ്രതീക്ഷിതമായി വിൽപ്പന കൂടുന്നതിൻ്റെ ഫലമായി എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്, ആസൂത്രിതമല്ലാത്ത ഇൻവെൻട്രിയുടെ ശോഷണമാണ് സംഭവിക്കുക. അപ്രതീക്ഷിതമായി വിൽപ്പന കൂടിക്കഴിഞ്ഞാൽ ആസൂത്രിതമല്ലാത്ത ഇൻവെൻട്രിയുടെ ശോഷണം സംഭവിക്കും. ഇത് ഇൻവെൻട്രി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുമ്പോൾ ഈ ഒരു സംഭവമൊക്കെ കിട്ടും കേട്ടോ. അതിനകത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, ദെൻ അടുത്ത് നമ്മുടെ എന്താണ്? MPC ഇക്വേഷനാണ്. MPCയുടെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ ആണ് MPC എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പത്താമത്തെ ചോദ്യം, ഗവൺമെൻറ്റിൻ്റെ ചിലവ് ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തെക്കാൾ കൂടി നിൽക്കുകയാണ്. ചിലവ് കൂടുതൽ, വരുമാനം കുറവാണ്. ആ ഒരു അവസ്ഥനെ നമ്മൾ എന്താ പറയുക? കമ്മി ബജറ്റ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കമ്മി ബജറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് 2024 ചോദ്യം നോക്കാം കേട്ടോ. ഇതാ ഇവിടെ നോക്കിക്കോളൂ. 2024 എക്കണോമിക്സ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ഒരു വൺ വേർഡ്സ് കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഉടനെ നിർത്താം. ഒന്നാമത്തെ ചോദ്യം, ദ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. അഗെയിൻ സെയിം ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. എന്താ പറയുക, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, 2024 ചോദ്യപേപ്പർ തന്നെയാണ്. നോക്കൂ, ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ്. പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ട് തന്നിട്ടുണ്ട്. എന്താണ് ഉത്തരമായിട്ട് വരിക? അറിയായിരിക്കുമല്ലോ. ഓപ്ഷൻ ഡി തന്നെയാണ്, MRS തന്നെയാണ്. MRS XY എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണോ ചോദിക്കുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തടുത്ത കൊല്ലങ്ങളിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് അതും ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ടല്ലേ. എന്താ പറയുക. ഇനി അടുത്ത് രണ്ടാമത്തെ ചോദ്യം, മൊബൈൽ ഫോൺ ആൻഡ് സിം കാർഡ് ആർ എക്സാമ്പിൾസ് ഓഫ്. എന്താണ്? മൊബൈൽ ഫോണും സിം കാർഡും ഒക്കെ എന്തിൻ്റെ ഉദാഹരണങ്ങളാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്, കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇത് രണ്ടാമത്തെ ചാപ്റ്ററിൽ, മൈക്രോയിലെ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സിനെ പറ്റി പഠിക്കുന്നത് അല്ലേ. കോംപ്ലിമെൻ്ററി, ഇൻഫീരിയർ, മറ്റേ നോർമൽ ഗുഡ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട്, ഇതൊക്കെ അതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും പഠിക്കാനായിട്ട് ഇനി ഉണ്ട്, അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് വേഗം സെറ്റാക്കിക്കൊള്ളണം. പഠിക്കുമ്പോൾ എന്താണ് ആ ഗുഡ്സിൻ്റെ പ്രത്യേകതകളും അതുപോലെ എക്സാമ്പിൾസ് ഉൾപ്പെടെ പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇപ്പോൾ എവിടെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചത്. ഓക്കെ, മൊബൈൽ ഫോണും സിം കാർഡും എന്നൊക്കെ പറയും. ഈ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം.
എന്താണ് കോംപ്ലിമെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ഗുഡ്സാണ്. അതായത് ഒന്നില്ലെങ്കിൽ മറ്റൊന്നുമില്ല. ഇപ്പം നമുക്കറിയാം മൊബൈൽ ഫോണ് സിം കാർഡ് ഇല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇല്ല. അതുപോലെ സിം കാർഡ് മൊബൈൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അതാണ് ഈ ഒരു കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ഗുഡ്സും പഠിച്ചു വെക്കുക, ഏത് ചോദിക്കുമെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാസ് എ ഷേപ്പ് ഓഫ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. റെക്ടാങ്കുലർ ഹൈപ്പർബോള ഇതിൽ ഏതിൻ്റെ ഷേപ്പ് ആണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ എന്താണ് ഷേപ്പാണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള അല്ലേ, നമ്മൾ AFC എന്നൊക്കെ പറയുന്ന സംഭവമാണ്. ദെൻ ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക കേട്ടോ. ഇനി നാലാമത്തെ ചോദ്യം, ദ റൈസിംഗ് പാർട്ട് ഓഫ് ഷോർട്ട് റൺ കോസ്റ്റ് കർവ് ഈസ് നോൺ ആസ് ഡാഷ്. ഓക്കെ, അതായത് ഷോർട്ട് റണ്ണിലെ ഷോർട്ട് റൺ കോസ്റ്റ് കർവിൻ്റെ റൈസിംഗ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഷോർട്ട് റൺ സപ്ലൈ കർവ്. ഓക്കെ, ഷോർട്ട് റൺ സപ്ലൈ കർവ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ലോങ് റൺ ഷോർട്ട് റൺ ഡിഫറൻസസ് ഒക്കെ എഴുതാൻ ചോദിക്കാറുണ്ട് കേട്ടോ. സോ അത് രണ്ടും നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ആ ഒരു എന്താ പറയുക, ഈ ഒരു ഡയഗ്രാം പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവാം. ഷോർട്ട് റൺ കോസ്റ്റ് കർവിൻ്റെ റൈസിംഗ് പാർട്ടാണ് ഷോർട്ട് റൺ സപ്ലൈ കർവ് എന്ന് പറയുന്നത് അല്ലേ. സപ്ലൈ കർവിൻ്റെ ആ ഒരു ഡയഗ്രാം ഓർത്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു നാലാമത്തെ ചോദ്യത്തിന് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി മാക്രോ എക്കണോമിക്സ് എമർജ്ഡ് ആസ് എ സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ആഫ്റ്റർ ദ പബ്ലിക്കേഷൻ ഓഫ് J.M. Keynes സെലിബ്രേറ്റഡ് ബുക്ക്. അത് നേരത്തെ കണ്ട അതേ ചോദ്യമാണ് കഴിഞ്ഞ ചോദ്യ പേപ്പറിലും. ഏതാണ്? ജനറൽ തിയറി അല്ലേ. അവിടെ ചോദിച്ച ജനറൽ തിയറി ഓഫ് ആ ഒരു ബുക്ക് എഴുതിയത്, ബുക്കിൻ്റെ പേര് തന്നിട്ട് എഴുതിയത് ആരാന്ന് ചോദിച്ചു. എവിടെ നേരെ തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക, അതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വന്നതുകൊണ്ട്. ഇനി ദ സ്റ്റീൽ ഷീറ്റ്സ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓട്ടോമൊബൈൽസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. ഓക്കെ, അതായത് ഓട്ടോമൊബൈൽസ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന സ്റ്റീൽ ഷീറ്റുകളുണ്ടല്ലോ, അതെന്തിന് എക്സാമ്പിളാണ്? എഗെയിൻ മറ്റ് ഗുഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. സി ആണ് വരുന്നത്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിനാണ് അത് ഉദാഹരണമായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇത് ആക്ച്വലി നമ്മൾ മാക്രോയ്ക്കകത്തും രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് ഇതുപോലെ പഠിക്കുന്നുണ്ട്. ആ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഫൈനൽ ഗുഡ്സ്, കൺസ്യൂമർ ഗുഡ്സ് ഇതൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കിട്ടും. സോ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിനാണ് എക്സാമ്പിളായിട്ട് വരിക ഈ ഒരു സ്റ്റീൽ ഷീറ്റ്സ് എന്ന് പറയുന്നത്. ഞാൻ അതും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കാൻ, അതായത് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്നത് അതൊരു ഫൈനൽ ഗുഡാണ്, ഫൈനൽ പ്രോഡക്റ്റ് ആണല്ലേ. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഇടയിൽ നമ്മൾ യൂസ് ചെയ്ത സംഭവമാണ് ഈ ഒരു സ്റ്റീൽ ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഡ്രസ്സ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നൂല് ഉപയോഗിക്കും. അപ്പോൾ ആ നൂലെന്ന് പറയുന്നത് അവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. ഓക്കെ, അത് വായിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. ഇനി നമുക്ക് മലയാളം മീഡിയത്തിലെ ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. നിസ്സംഗതാ വക്രത്തിൻ്റെ ചരിവ് എന്താണ്? നേരത്തെ കണ്ട അതേ ചോദ്യമാണ്. MRS XY ആണ് നിസ്സംഗതാ വക്രത്തിൻ്റെ ചരിവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റിയൊരു കാര്യമാണല്ലോ. ഇനി മൊബൈൽ ഫോണും സിം കാർഡും ഏത് തരം വസ്തുക്കൾക്ക് ഉദാഹരണമാണ്? ഏത് തരം വസ്തുക്കൾക്കാണ് ഉദാഹരണമായിട്ട് വരുന്നത്? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, പൂരക വസ്തുക്കളാണ്. പൂരക വസ്തുക്കൾ. ഓക്കെ, പൂരക വസ്തുക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നിനോട് പൂരകമായിട്ട് നിൽക്കുന്നതാണ്. അതായത് ഈ എക്സാമ്പിൾ വെച്ച് തന്നെ പറഞ്ഞുതരാം. മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ സിം കാർഡ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അല്ലേ. സിം കാർഡ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ഇല്ലാണ്ട് സിം കാർഡിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അല്ലേ. അതാണ് ഒന്നിനോട് ചേർന്ന് നിൽക്കുന്നത് അല്ല. അതായത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ മറ്റൊന്നില്ല എന്നുള്ളൊരവസ്ഥ വരില്ലേ. അങ്ങനത്തെ വസ്തുക്കൾക്കാണ് നമ്മൾ ഈ ഒരു പൂരക വസ്തുക്കൾ എന്ന് പറയുന്നത്, പൂരകങ്ങളായി പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ റെക്ടാങ്കുലർ ഹൈപ്പർബോള രൂപമുള്ളത് ഏതിനാണെന്നാണ് ചോദിക്കുന്നത്. റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പ് ഏത് കർവിനാണുള്ളത്? ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്, ശരാശരി സ്ഥിര ചിലവ് വക്രം. ഓക്കെ, ശരാശരി ഒരു മിനിറ്റ്. ഓക്കെ, ശരാശരി സ്ഥിര ചിലവ് വക്രത്തിനാണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പുള്ളത്. നോക്കി വയ്ക്കുക. ഇനി നാലാമത്തെ ചോദ്യം, ഹ്രസ്വകാല സീമാന്ത ചിലവ് വക്രത്തിൻ്റെ ഉയർന്ന ഭാഗം അറിയപ്പെടുന്നത് എന്തെന്നാണ്? ഹ്രസ്വകാല പ്രധാന വക്രം എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. പ്രധാന വക്രത്തിൻ്റെ ഗ്രാഫ് മനസ്സിലോട്ട് ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിന് ആൻസർ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന പ്രത്യേക സാമ്പത്തിക ശാസ്ത്ര ശാഖയുടെ ആവിർഭാവം J.M. കെയ്ൻസിൻ്റെ പ്രസിദ്ധമായ ബുക്കിൻ്റെ പ്രസിദ്ധീകരണത്തോടെയാണ്. ഏതാണ് ബുക്ക്? ജനറൽ തിയറി അല്ലേ. എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ചോദ്യമാണ്. ജനറൽ തിയറിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ആറാമത്തെ ചോദ്യം, ഓട്ടോമൊബൈൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്റ്റീൽ ഷീറ്റ് എന്ത് തരം വസ്തുവിന് ഉദാഹരണമാണ്?
എന്താണ് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, അന്തരാള വസ്തുക്കൾ. അന്തരാള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ എവിടെ തന്നെ നോക്കൂ, ഓട്ടോമൊബൈൽ എന്ന് പറയുമ്പോൾ അതൊരു ഫൈനൽ പ്രോഡക്റ്റ് ആണ് അല്ലേ. സോ ദറ്റ് ഈസ് അതിൻ്റെ നിർമ്മാണത്തിന് നമ്മൾ ഇടയിൽ യൂസ് ചെയ്യുന്നത്, മീൻസ് എന്തുകൊണ്ടാണോ നമ്മൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അങ്ങനത്തെ വസ്തുക്കളെയാണ് നമ്മൾ എന്താണ് അന്തരാള വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡ്രസ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, തുണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൂല് ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ നൂലെന്ന് പറയുമ്പോഴാണ് അത് അന്തരാള വസ്തുക്കളാണ്, ഓക്കെ, വസ്തുവാണ്. ഓക്കെ, അത് മീൻസ് ഇടയിൽ വരുന്നതാണ്. ഓക്കെ, ദറ്റ് ഈസ് അന്തരാള വസ്തുക്കൾ എന്ന് പറയും. ഇനി ഏഴാമത്തെ ചോദ്യം, ഇൻ ഇന്ത്യ ദ മോസ്റ്റ് ഹൈലൈറ്റഡ് മെഷർ ഓഫ് നാഷണൽ ഇൻകം ഹാസ് ബീൻ. നാഷണൽ ഇൻകത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള മെഷർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ആണ്, GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് ഓപ്ഷൻ മീൻസ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നാഷണൽ ഇൻകത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു മെഷറാണ് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എട്ടാമത്തെ ചോദ്യം, M1 = കറൻസി പ്ലസ്. ഇത് മാക്രോയ്ക്കകത്തെ ഒരു മൂന്നാമത്തെ ചാപ്റ്ററിനകത്ത് ലാസ്റ്റ് ഭാഗത്ത് വരുന്ന ചെറിയൊരു പോർഷനാണ്. നാരോ മണി എന്താ, ബ്രോഡ് മണി എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. M1 എന്താണ്, M2 എന്താണ്, M3 എന്താണ്, M4 എന്താണ്. ഒരു 4 ഇക്വേഷൻസ് ആണ്. അത് 4ഉം കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു വയ്ക്കുക. 1 വേർഡ്സിന് ഇതുപോലെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ 4 ഇക്വേഷനും എഴുതാൻ വേണ്ടിയിട്ട് ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ എവിടെ ചോദിച്ചിട്ടുള്ളത് M1 ആണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരിക. M1 എന്ന് പറയുമ്പോൾ കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആണ്. ഓക്കെ, സോ ബാക്കി M2 M3 M4 ഏത് വേണോ ചോദിക്കാം, M1 തന്നെ ചോദിക്കണമെന്നില്ല. സോ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. എവിടെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ് ഈ ഒരു ക്വസ്റ്റൻ ആൻസർ ആയിട്ട് വരിക. ഒമ്പതാമത്തെ ചോദ്യം, അറ്റ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഡിമാൻഡ് ഫോർ മണി ഡാഷ്. എന്താണ്, ഉയർന്ന രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വരികയാണെങ്കിൽ എന്താണ് ഡിമാൻഡ് ഫോർ മണി എന്തായി പോവും? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്, കംസ് ഡൗൺ. ഓക്കെ, കംസ് ഡൗൺ. ഓക്കെ, എവിടെ പോയി, ഒരു മിനിറ്റ്. യെസ്, കംസ് ഡൗൺ. ഓക്കെ, ഒമ്പതാമത്തെ ചോദ്യം ഒന്നുകൂടി വായിക്കാം. അത് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് വരുമ്പോൾ എന്താണ് പണത്തിനുള്ള ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്തായും കുറഞ്ഞു വരികയായിരിക്കും ചെയ്യുന്നുണ്ടാവുക അല്ലേ. അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുകയാണ്, അപ്പോൾ ഡിമാൻഡ് ഫോർ മണി അവിടെ കുറയാണ് ചെയ്യുക, കംസ് ഡൗൺ. ഓക്കെ, അതാണ് അവിടെ ഉത്തരമായിട്ട് വരിക. ഇനി നമ്മുടെ 10ാമത്തെ ചോദ്യം, ദ ടേം ഡിവാലുവേഷൻ ഓഫ് കറൻസി ഈസ് അസോസിയേറ്റഡ് വിത്ത്. എന്താണ് ഡിവാലുവേഷൻ ഓഫ് കറൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് വരുന്നത്, എക്സ്ചേഞ്ച് റേറ്റുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഓക്കെ, ഡിവാലുവേഷൻ ഓഫ് കറൻസി. ഈ ഡിവാലുവേഷൻ എന്ന് പറയുന്ന സംഭവം എവിടെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിൽ അതിനകത്താണ് ഇങ്ങനത്തെ കുറേ ടേംസൊക്കെ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ പറ്റുന്നുള്ളവരൊന്ന് വായിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. ഇതുപോലെയൊക്കെ ചോദിക്കും, 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, കറൻസി ഡിവാലുവേഷൻ എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞും ചോദിക്കാറുണ്ട്. സോ ഇപ്പോൾ ഡിവാലുവേഷൻ ഓഫ് കറൻസി എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഇനി ഇതിൻ്റെ നമുക്ക് മലയാളം മീഡിയത്തിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയിൽ ദേശീയ വരുമാനത്തിൻ്റെ ഏറ്റവും മികച്ച അളവുകോൽ ഏതാണ്? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്, GDPFC എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. M1 = കറൻസി പ്ലസ് എന്താണ് വരിക? ദറ്റ് ഈസ് 8ാമത്തെ ചോദ്യം അല്ലേ. സി ആണ് ഉത്തരമായിട്ട് വരുന്നത്, ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് M1 M2 M3 M4 എന്ന് പറഞ്ഞിട്ട് 4 ഇക്വേഷൻസ് ശ്രദ്ധിച്ച് കേൾക്കുക. മാക്രോയ്ക്കകത്തെ 3ാമത്തെ പാഠത്തിൽ ഏറ്റവും അവസാനത്തെ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. സോ അതിനകത്ത് ഒരു കുറച്ച് ഇക്വേഷൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. M1 ഇക്വേഷൻ, M2 M3 M4 ഒക്കെ ഏത് വേണോ ചോദിക്കാം. ഇപ്പോൾ ഇവിടെ M1 ആണ് ചോദിച്ചിട്ടുള്ളത്, കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. ഏത് വേണോ ചോദിക്കാം. സോ അതെല്ലാം കൃത്യമായിട്ട് കംപ്ലീറ്റ്ലി പഠിച്ചു വയ്ക്കുക. 9ാമത്തെ ചോദ്യം, വർദ്ധിത പലിശ നിരക്കിൽ പണത്തിൻ്റെ ചോദനം എന്തായി, മീൻസ് വർദ്ധിതമായ പലിശ നിരക്ക് വരാണെങ്കിൽ പണത്തിൻ്റെ ചോദനം എന്തായി പോവും? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കുറഞ്ഞു പോവുകയാണ് ചെയ്യുക. ഓക്കെ, മീൻസ് പലിശ നിരക്ക് കൂടുമ്പോൾ പണത്തിൻ്റെ ചോദനം എന്തായി പോവും? കുറഞ്ഞു പോവുകയാണ് ചെയ്യുക. ഇനി 10ാമത്തെ ചോദ്യം, കറൻസിയുടെ മൂല്യം കുറയ്ക്കുക ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, അതൊരു ടേമാണ്. കറൻസിയുടെ മൂല്യം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വിനിമയ നിരക്കുമായിട്ടാണ് ബന്ധപ്പെട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കഴിഞ്ഞ 2 കൊല്ലത്തെ എക്കണോമിക്സ് സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള 1 വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ചോയ്സ് ഉണ്ട്. എനിവേ ദെൻ എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഈ പറഞ്ഞ
ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്സിൽ നിന്ന് വന്നതാണല്ലോ. അപ്പോൾ ആ ടോപ്പിക്കുകൾ കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് വെക്കാനായിട്ട് നോക്കുക കേട്ടോ. ദെൻ പിന്നെ ഇനി എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഡൗട്ട്സ് ഉണ്ട്, വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ദെൻ വേറെ സബ്ജക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക കേട്ടോ. നേരത്തെ അറിയിച്ചത് പ്രകാരം ഇനി ഹിസ്റ്ററിയും സോഷ്യോളജിയും കൂടി ഞാൻ ചെയ്യാനുണ്ട്. സോ അത് നമ്മൾ ഉടനെ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ടാവും. സോ ഏതെങ്കിലും ടൈപ്സ് ഓഫ് വീഡിയോസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ അതുകൂടി അറിയിക്കുക. ദെൻ എക്കണോമിക്സിന് വേണ്ടിയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട essay ചോദ്യങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് PYQs ബേസ് ചെയ്തിട്ടാണ് അത് പറഞ്ഞു വെക്കുന്നത്. സോ ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ഹെൽപ്ഫുള്ളായിരിക്കും. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. നല്ലൊരു വീഡിയോ ആണ്. സോ നിങ്ങൾ കണ്ടു നോക്കുക, അത് കണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. essay ടോപ്പിക്സ് ഒക്കെ നമുക്കറിയാലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഈ പറഞ്ഞതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ദെൻ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഹൈപ്പ് തരാനും മറക്കരുത് കേട്ടോ. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.